അപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ആദ്യം ഞാൻ ശ്രീ ഷൈജു ദാമോദരനിലേക്കാണ് പോകുന്നത്. ശ്രീ ഷൈജു, പ്രത്യേകിച്ചും ദക്ഷിണാമേരിക്കയുടെ ലോകകപ്പ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ സ്വപ്ന ഫൈനലിനെ. അത്രയ്ക്ക് രസകരമാകും ആ മത്സരം എന്നുള്ളതിലും സംശയമില്ല. താങ്കൾ നാളെ ആ മത്സരത്തെ ഏതൊക്കെ തരത്തിലാണ് വർണ്ണിക്കാൻ പോകുന്നതെന്ന് നാളെ ഞങ്ങൾ മത്സരം കാണുമ്പോൾ കേട്ടറിഞ്ഞുകൊള്ളാം. എങ്കിൽ കൂടിയും ഈ ഫൈനലിനെ നമുക്ക് തുടക്കമെന്ന രീതിയിൽ എങ്ങനെ വിശേഷിപ്പിക്കാം? പ്രത്യേകിച്ചും രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ, രണ്ട് നക്ഷത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്, മെസ്സിയും ഒപ്പം തന്നെ നെയ്മറും. ഇവിടെ മെസ്സി തന്നെയാണ് ഹൈലൈറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മെസ്സിക്കൊരു കപ്പ് വേണം. ആ കപ്പ് നേടട്ടെ എന്നാഗ്രഹിക്കുന്ന നിരവധി ബ്രസീൽ ആരാധകരുമുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ബ്രസീലിൻ്റെ കോച്ച് തന്നെ പറഞ്ഞു അല്പം മുമ്പ്, അങ്ങനെ ആരാധകർ കാണേണ്ട കാര്യമില്ല, കടുത്ത മത്സരം തന്നെ പ്രതീക്ഷിക്കാം, ഞങ്ങളുടെ കയ്യിൽ പല തന്ത്രങ്ങളുമുണ്ട് എന്ന്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ആ ഒരു മത്സരത്തെ, വരാൻ പോകുന്ന പൂരത്തെ എങ്ങനെ കാണാം? തീർച്ചയായിട്ടും ജോയി, ആദ്യമേ തന്നെ പറയട്ടെ, ഒരു കമന്റേറ്റർ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ്, ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ മത്സരത്തെ കാണുന്നത്. ഒരുപക്ഷെ എൻ്റെ കരിയറിൽ ഇനിയൊരു ബ്രസീൽ അർജന്റീന ഫൈനലിന് കമന്ററി പറയാൻ അവസരം കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ കരിയറിൽ അങ്ങനെ ഒരു മാച്ച് ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നാളത്തെ മത്സരം എല്ലാവരെയും പോലെ എനിക്കും അത്യധികം ആവേശം പകരുന്ന ഒന്നാണ്, അത്യധികം പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ നമുക്കറിയാം, ലോകത്ത് ഇത്രമേൽ ഒരു കായിക മേഖലയെ, അല്ലെങ്കിൽ ലോക കായിക രംഗത്തെ തന്നെ ഇത്രമേൽ ആവേശഭരിതമാക്കുന്ന ഒരു ഡെർബി മാച്ച് വേറെ ഇല്ല. ബ്രസീൽ അർജന്റീന മാച്ച് ഇൻ ഫുട്ബോൾ, വേൾഡ് ഫുട്ബോളിൽ ബ്രസീൽ അർജന്റീന മാച്ച് കളിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ആ ഒരു എന്താ പറയുക, അതിനൊരു ടെമ്പറേച്ചർ, അതിന്റെ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാകാവുന്ന മാറ്റം അത് ലോകത്ത് ഒരു ഗെയിമിനും ഒരു കളിക്കും ഇത്രമേൽ ഒരു അറ്റ്മോസ്ഫിയർ സമ്മാനിക്കാനാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ആവേശമുണ്ട്. പിന്നെ ജോയ് പറഞ്ഞ ചോദ്യത്തിലേക്ക് കുറച്ചുകൂടി ഉത്തരത്തിലേക്ക് കുറച്ചുകൂടി വ്യക്തമായി വരികയാണെങ്കിൽ, ലോകത്തിലെ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ലയണൽ മെസ്സിയും അതേപോലെ നെയ്മറും തമ്മിൽ ഏറ്റുമുട്ടുന്നു. രണ്ട് വലിയ സാമ്രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇവിടെ ഫുട്ബോൾ ജയിക്കട്ടെ എന്നൊരു നിലപാട് എടുക്കാനേ പ്രിയപ്പെട്ട ജോയി ഉൾപ്പെടെയുള്ള എല്ലാ ആരാധകരോടും എനിക്ക് പറയാൻ കഴിയൂ. കാരണം ഞാൻ ഏതെങ്കിലും ഒരു ടീം ജയിക്കും എന്ന് ഇപ്പോൾ ന്യൂസ് 18 ഫ്ലോറിൽ നിന്ന് നമ്മുടെ പരിപാടിയിൽ ഇപ്പോൾ ലൈവായിട്ട് പറഞ്ഞാൽ അത് ഒരു പക്ഷേ ഒരു കലാപത്തിലേക്കുള്ള വഴി തുറക്കും. നമ്മളായിട്ടൊരു കലാപത്തിന് വഴിമരുന്ന് ഇടരുത്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി കലാശിക്കട്ടെ. നാളത്തെ പുലർച്ചെയിൽ, അതായത് ബ്രസീലിയൻ ടൈം ഇന്നത്തെ രാത്രിയാണ്, നമുക്ക് ഇന്ത്യൻ ടൈം നാളെ പുലർച്ചെ ആര് നന്നായി കളിക്കുന്നു, ആര് നന്നായി പോരാടുന്നു, ആരാണ് ഡിസർവിംഗ് ടീം, അവർ ജയിക്കട്ടെ. ഇപ്പൊ ജോയി പറഞ്ഞതുപോലെ ടിറ്റയുടെ തന്ത്രങ്ങൾ പറഞ്ഞുണ്ട്. ഇപ്പൊ ടിറ്റ നമുക്കറിയാം ആ തന്ത്രങ്ങളുടെ ആശാനാണ്. ഇപ്പൊ ലയണൽ മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള പന്ത് കളിയാണ് അർജന്റീന ഈ ടൂർണമെന്റിൽ, പ്രത്യേകിച്ച് കോപ്പ മാത്രം എടുത്താൽ മതി. കോപ്പയിൽ അർജന്റീന അടിച്ചിരിക്കുന്ന 11 ഗോളുകളിൽ 9 ഗോളുകളിലും മെസ്സിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. മെസ്സി 4 ഗോളുകളും 5 അസിസ്റ്റും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മെസ്സിയെ പൂട്ടാൻ, പണ്ട് ബാഴ്സലോണയിൽ മെസ്സി മിന്നിക്കളിച്ചിരുന്ന സമയത്ത് ഹോസെ മൗറിഞ്ഞോ മാഡ്രിഡിന്റെ കോച്ചായിട്ട് വരുമ്പോഴാണ് ആദ്യമായി മെസ്സിയെ പൂട്ടാൻ വേണ്ടി പെപ്പെ എന്ന് പറയുന്ന താരത്തെ ഡിഫൻസിൽ നിന്നും മിഡ്ഫീൽഡിലേക്ക് ഇറക്കി മുമ്പിലേക്ക് കളിപ്പിച്ച്, പെപ്പയുടെ ജോലി എഗെയിൻസ്റ്റ് ബാഴ്സലോണ കളിക്കുമ്പോൾ മെസ്സിയുടെ പുറകെ നടക്കുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും, അതിനിപ്പം കാസിമിറോനെ പോലെ മാഡ്രിഡിൽ കളിക്കുന്ന താരങ്ങൾ ഇപ്പൊ ബ്രസീലിൽ കളിക്കുന്നുണ്ട്. അപ്പൊ നാളെ ആ മെസ്സിയെ പൂട്ടാൻ ആർക്കായിരിക്കും ബ്രസീലിലെ ഡ്യൂട്ടി എന്ന് പറയുന്ന പോലെ തന്നെയാണ് നെയ്മറിന്റെ കളിതന്ത്രങ്ങൾ മറുഭാഗത്ത് സ്കലോണിക്കും അറിയാം. നെയ്മറെ എങ്ങനെയാണ് വഴി തടയാൻ പോകുന്നത്, നെയ്മറെ വഴി തടയാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അർജന്റീന ടീമിലെ കളിക്കാരൻ ആരാണ്, തുടങ്ങിയ കാര്യങ്ങൾ വളരെ രസകരമാകും. അതായിരിക്കും നാളത്തെ മാച്ചിലെ കൗതുകം. ജോയി, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നാളെ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഫുട്ബോൾ ജയിക്കട്ടെ എന്നുള്ളൊരു മുദ്രാവാക്യമേ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കൊടുക്കാൻ കഴിയൂ. ഫുട്ബോൾ ജയിക്കട്ടെ, വെദർ ഇറ്റ് ഈസ് അർജന്റീന ഓർ ബ്രസീൽ. തീർച്ചയായും തിരിച്ചെത്താം. കാരണം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമന്റേറ്റർമാരായ 2 പേരാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്നത്. അവർക്ക് മത്സരത്തിൻ്റെ, അല്ലെങ്കിൽ ആർക്കൊപ്പം ആര് ജയിക്കും എന്ന് പറയുക സാധ്യമല്ല. ശ്രീ ജോപോൾ, താങ്കളും അഭിമുഖീകരിക്കുന്നൊരു പ്രധാന പ്രശ്നം അത് തന്നെയാണ്. ആർക്ക് ആണ് സാധ്യതയെന്ന് കൂടുതൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടി നമുക്ക് ഈ മത്സരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തീർച്ചയായും ചർച്ച ചെയ്യാൻ കഴിയും. ശ്രീ ജോപോൾ, ഇവിടെ പ്രധാനമായും മെസ്സി, നെയ്മർ, 2 താരങ്ങൾ. മെസ്സിയെക്കുറിച്ച് പറയാം. മെസ്സിക്ക് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു കപ്പിൻ്റെ ആവശ്യമുണ്ട്. അത് ലോകം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എങ്കിൽ കൂടിയും ഈ ചില പോരായ്മകളെല്ലാം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടല്ലോ. മുമ്പ് വേൾഡ് കപ്പ് കളിച്ചപ്പോഴായാലും, നേരത്തെ കോപ്പ അമേരിക്ക കളിച്ചപ്പോഴായാലും, ഇപ്പോഴത്തെ കോപ്പ അമേരിക്കയിൽ എത്തിയപ്പോഴുള്ള ആ ഒരു മാറ്റം, മെസ്സിയുടെ ഒരു മാറ്റം, അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ വന്ന മാറ്റം, അദ്ദേഹം നമ്മളെ ആസ്വദിപ്പിക്കുന്ന രീതിയിൽ വന്ന മാറ്റം, അതെല്ലാം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ
മത്സരങ്ങളിൽ ഈ കോപ്പ അമേരിക്കയിൽ. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ ഈ കിരീടത്തിലേക്ക് അടുപ്പിക്കുമെന്നാണ് കരുതുന്നത്? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? ഇപ്പോ മെസ്സിനെ